മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പരശുരാമന്റെ തേജോഹാനി മുതൽക്കാണ്. മഹാവിഷ്ണുവിന്റെ തന്നെ അംശാവതാരമായ രേണുകാപുത്രനായ ജമദഗ്നി മഹർഷിയുടെയും പുത്രനായ പരശുരാമന് തേജോഹാനി സംഭവിച്ചു. അതെങ്ങനെയെന്ന് ലോമേശ മഹർഷി വിവരിക്കുകയാണ്. പരശുരാമൻ ശ്രീരാമനോട് പറഞ്ഞു, ഇതാ വില്ല്, ഇത് നീ കുലയ്ക്കണം. ശ്രീരാമൻ വളരെ നിസ്സാരത്തോടുകൂടി ആ വില്ലെടുത്ത് കുലയിലേക്ക് വെച്ചു. ഇതാ മുനെ, ഞാനിതാ വില്ല് കുലയേറ്റിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശ്രീരാമൻ പരശുരാമനോട് ചോദിച്ചു. ആള് ചില്ലറയല്ലെന്ന് ഭാർഗവരാമന് മനസ്സിലായി. തുടർന്ന് പരശുരാമൻ ദിവ്യമായ ഒരു ബാണം നൽകിയിട്ട് പറയുകയാണ്, ഈ ബാണം തൊടുത്ത് കാതോളം ഞാൻ വലിച്ചു കെട്ടു എന്ന്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഭൃഗുസുധ, പരശുരാമനെ അങ്ങനെയാണ് വിളിച്ചത്, അങ്ങ് വലിയ അഹങ്കാരിയാണെന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞതൊക്കെ കേട്ടിട്ടും ഞാൻ മനസ്സിലാകാത്ത ഭാവം കാട്ടി അങ്ങയുടെ പിതാമഹനായ ഋജീകന്റെ കാരുണ്യം കൊണ്ട് അങ്ങ് ക്ഷത്രിയരെ തോൽപ്പിച്ച് തേജസ് നേടി. നിശ്ചയമായും ആ തേജസ് കൊണ്ടാണ് അങ്ങ് എന്നെ തിരസ്കരിക്കുന്നത്. ഞാൻ അങ്ങേക്ക് ദിവ്യദൃഷ്ടി തരുന്നു, അതുകൊണ്ട് എന്റെ സ്വരൂപം കണ്ടുകൊള്ളുക. ശ്രീരാമൻ ഇങ്ങനെ പരശുരാമനോട് പറഞ്ഞു. തുടർന്ന് ബ്രഹ്മാണ്ഡമായ ആ ഒരു വിശ്വരൂപം ശ്രീരാമൻ പരശുരാമന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് വിറച്ചുപോയി ഭാർഗവരാമൻ ശ്രീരാമന്റെ ഉടലിൽ ആദിത്യന്മാർ, വസുക്കൾ, രുദ്രന്മാർ, സാധ്യന്മാർ, മരുത്തുക്കൾ, പിതൃക്കൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗന്ധർവന്മാർ, രാക്ഷസന്മാർ, യക്ഷന്മാർ, നദികൾ, തീർത്ഥങ്ങൾ, ബാലാഖില്യർ തുടങ്ങിയ മുനിമാർ, പർവ്വതങ്ങൾ തുടങ്ങി ബ്രഹ്മാണ്ഡത്തിലുള്ള സമസ്തവും കണ്ടു വിറച്ചുപോയി. തുടർന്ന് ശ്രീരാമനെ, അസ്ത്രപ്രജ്ഞനായി നിന്ന പരശുരാമൻ ശ്രീരാമനെ ജീവൻ വീണ്ടും കിട്ടിയതുപോലെ നിശ്വസിച്ചുകൊണ്ട് ശ്രീരാമനെ, വിഷ്ണുരൂപിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രണമിച്ചു. ക്ഷീണവും നാണവും കൊണ്ട് പരവശനായ പരശുരാമൻ ശ്രീരാമന്റെ അനുമതിയോടെ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി. നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കണമല്ലോ. അപ്പോൾ ഭാർഗവരാമൻ എന്താണെന്നോ ചെയ്തത്? പ്രപിതാമഹനായ ഭൃഗു സത്യയുഗത്തിൽ ദീപ്തോദം എന്ന തീർത്ഥത്തിൽ കൊടും തപസ് ചെയ്തിരുന്നു. അതിൽ സ്നാനം ചെയ്യുന്നതോടെ ശരീരം വീണ്ടും തേജസ്സുള്ളതായി തീരുമെന്ന് പിതൃഗണങ്ങൾ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്ന് സ്നാനം ചെയ്ത് തൻ്റെ തേജസ് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. വനപർവം അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കാൽഭാഗമേ നമ്മളിപ്പോൾ പറഞ്ഞ് തീർത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഭാഗത്ത് വൃത്താസുര വധവുമായി വരാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.